ഞാൻ എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഈ പൈസനെ കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ സക്സസ് ആവണേ അതുപോലെ തന്നെ ഈ ജോലി അതോ ബിസിനസ് ഇതിനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു. നമ്മൾ ആ ഒരു സമയത്താണല്ലോ 10-20 വയസ്സ് അല്ലെങ്കിൽ ഒരു 19-ലൊക്കെ 19 വയസ്സിലൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ ആ സംഭവത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. ഇപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ അറൗണ്ടിൽ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒന്ന് റിച്ചായി ഫുൾ പൈസ കൊണ്ട് മാത്രം റിച്ചായ ആൾക്കാർ, ലൈഫിൽ വേറെ ഒന്നും ഉണ്ടാവില്ല, ഹെൽത്ത് ഇല്ല, നല്ല റിലേഷൻഷിപ്പ് ഇല്ല, ഒരു പീസ് ഓഫ് മൈൻഡ് സെറ്റിൽ ഒരു പീസ് ഓഫ് അങ്ങനത്തെ ഒരു കൾച്ചർ ഇല്ല. ഫുൾ പൈസ ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, കാർ ഉണ്ട്, ഹൗസ് ഉണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഒരു വലിയൊരു സമാധാന സംഭവങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. നേരെ മറിച്ച് മറ്റൊരു ടൈപ്പ് ആൾക്കാർ, ഒരു വലിയ രീതിക്ക് ഹൈ റിച്ച് ആൾക്കാരൊന്നുമല്ല, പക്ഷെ ഓലൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. എന്തൊരു കേസ് വന്നാലും ഓൾക്ക് ഫിനാൻഷ്യലായിട്ട് അത് നേരിടാൻ പറ്റും. നേരെ നോക്കുമ്പോൾ ഹെൽത്ത് ഉണ്ട്, നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്, നല്ല പീസ് ഓഫ് കൾച്ചറാണ്, ഒരു അറൗണ്ടിലുള്ള പീപ്പിൾസും ഒക്കെ നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ പിന്നെ തീരുമാനിച്ചു എങ്ങനെ ഈ രണ്ടാമത്തെ ആൾക്കാർ ഈ ലെവലിലേക്ക് എത്തണത്. അതായത് ഒറ്റടിക്ക് ബിസിനസ് തുടങ്ങിയിട്ട് മാത്രം ആ ഒരു നിലക്ക് എത്തൂലല്ലോ. ഒരു ഫുൾഫിൽ ചെയ്ത സക്സസ് ആണല്ലോ. നമുക്ക് ഹെൽത്ത് ഉണ്ടാവും, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും, നല്ല ഒരു സമാധാനം ഉണ്ടാവും, അതുപോലെ തന്നെ പൈസന്റെ കാര്യത്തൊക്കെ വേണമെങ്കിൽ അവിടെ നമ്മൾ ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ സംഭവം ഇതെന്താ വെച്ച് കഴിഞ്ഞാല് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ആണ്. നമ്മൾ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക. നമുക്ക് എവിടെയാണോ പഠിക്കണ്ടേ അവിടെ നമ്മൾ പഠിച്ച് അവിടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. നമുക്ക് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം, അവിടെ ചെയ്യാം. നമുക്ക് ഫിനാൻസ് ഒന്നും കൂടി സെറ്റ് ആക്കണം, അവിടെ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങണോ അത് തുടങ്ങാം. അപ്പൊ അങ്ങനെയായി എൻ്റെ ഫസ്റ്റ് ഇയേഴ്സ് തന്നെ എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങി 2-3 മാസം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് തുടങ്ങി. അൽഹംദുലില്ലാ ഇന്നൊക്കെ ഇപ്പോൾ ഒരു 1.5-2 വർഷം ആവാനായി. എൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെന്റിൽ എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കി, എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആക്കി, ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ മാറ്റി. അതിൻ്റെ ഭാഗമായിട്ട് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി, ബുക്ക് വായിക്കാൻ തുടങ്ങി, പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ തുടങ്ങി, എൻ്റെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ അതിൽ ഇമ്പ്രൂവ് ആക്കി ഇങ്ങനെ കൊണ്ടുവന്നു. ഇപ്പോഴും ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആക്കി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരിക്കാം. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ഇൻ ലൈഫ്. അവരുടെ ലൈഫ് പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫുൾഫിൽ ചെയ്ത സക്സസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളിവിടെ പുതിയതാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബശ്ശർ. എങ്ങനെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണ് ഇതുപോലത്തെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ടോപ്പിക്സുകൾ, അതുപോലെ തന്നെ ഒരു ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ പറ്റണ സംഭവങ്ങൾ, ഹെൽത്ത്, ഡിസിപ്ലിന്, കൺസിസ്റ്റൻസി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറിച്ചാണ് ഞാൻ കൂടുതലും വീഡിയോ ചെയ്യാറ്. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് സംഭവങ്ങൾ പറഞ്ഞുതരാം. ഒരു മെയിനായിട്ട് ഒരു 5-4 ഏരിയാസ് നമുക്ക് എവിടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ട് നമ്മളെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യണം. നമുക്ക് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് പറഞ്ഞ ഒരു സ്ഥലത്ത് മാത്രമല്ല, നമുക്ക് എവിടെയാണോ ഇമ്പ്രൂവ് ആവേണ്ടത് നമ്മളെ ലൈഫിൽ അവിടെ ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. ഇതൊരു സെൽഫ് ലേണിംഗ് ആണ്. നമ്മളെവിടെ പഠിക്കും, നമുക്ക് എവിടെയാണ് ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്തത് ആ ഭാഗം നമ്മൾ എടുത്ത് അതിനെക്കുറിച്ച് നമ്മൾ സെൽഫ് ലേൺ ചെയ്യുന്ന സംഭവം തന്നെയാണ് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ആണ്. അതിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇന്ന ഏരിയ ആണെന്നില്ല, പക്ഷെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ. അതിൽ ഒന്നാമത്തേതാണ് ഫസ്റ്റത്തെ ഹെൽത്ത്. ഞാൻ എല്ലാ വീഡിയോയിലും ഫസ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഹെൽത്തിനെ കുറിച്ച് തന്നെ പറയുക. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിക്കണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഹെൽത്ത് ഇല്ലാതെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്തു പോയി. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്തു നോക്കി. നിങ്ങൾ ആഗ്രഹിച്ച കാർ നിങ്ങളെടുത്തു, നല്ലൊരു ഹൗസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവം തന്നെ നിങ്ങൾക്ക് നേരിടാൻ പറ്റും, നല്ല ഹൈ റിച്ച് ആണ്, ഐഫോൺ ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്, എന്ത് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് ഇല്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫുൾ സിക്നെസ് ആണ്, രോഗിയാണ്. നിങ്ങൾക്ക് അധികം അങ്ങനെ നടക്കാനോ അല്ലെങ്കിൽ അധികം എവിടേക്കെങ്കിലും പോകാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് പറ്റൂല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനോ അധികം പറ്റൂല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയ ആ പൈസ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണില്ലല്ലോ. ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ലോകത്ത് ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അപ്പൊ ഹെൽത്ത് ഇല്ലാതെ നമുക്ക് ലൈഫിൽ എന്ത് സംഭവം ഉണ്ടായിട്ടും നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് വരെ കാര്യമില്ല. കാരണം നമുക്ക് നീച്ചു നടക്കാൻ പോലും വയ്ക്കൂലെങ്കിൽ നമ്മളൊക്കെ ആർക്കും നമ്മളെ ഒരു കെയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുക. പിന്നെ നമ്മൾ നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തത് ഏത് സംഭവത്തിന് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, സെൽഫ് ഇമ്പ്രൂവ്മെന്റിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സംഭവം തന്നെ ഹെൽത്താണ്. ഞാനൊക്കെ ഫസ്റ്റ് എന്റെ ഹെൽത്താ ബെറ്റർ ആക്കിയത്. ഞാനിങ്ങനെ ഗോൾ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് എന്റെ ഹെൽത്താ ബെറ്റർ ആക്കിയത്. ഹെൽത്ത് ബെറ്റർ ആക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ ജിമ്മൊക്കെ പോകുമ്പോൾ കിട്ടണ 2 ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന 2 സ്കില്ലുണ്ട് നമ്മുടെ ലൈഫ് ലോങ്ങിലേക്ക്. ഒന്ന് ഡിസിപ്ലിന്, രണ്ടാമത്തെ കൺസിസ്റ്റൻസി. കാരണം നിങ്ങളിപ്പോൾ എന്നും ജിമ്മൊക്കെ പോകുമ്പോൾ
നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടുത്തെ ട്രെയിനർ പറയുമ്പോൾ നിങ്ങൾ ഹാർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യും. അതായത് നിങ്ങൾ കുറെ മസിലുള്ള സംഭവങ്ങൾ ജിമ്മ് എടുക്കാനും അതുപോലെ തന്നെ ചെയ്ത് തന്നെ ഒരു മൂഡും ഇല്ലെങ്കിലും നല്ല റിസ്ക് ആയിട്ട് നിങ്ങൾ നല്ല വെയിറ്റ് എടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി കണ്ടി എന്ത് സംഭവം ഉണ്ടെങ്കിലും സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും ജിമ്മൊക്കെ പോകാനും നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്യും. സോ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡിസിപ്ലിനും ആ കൺസിസ്റ്റൻസിയും നിങ്ങളുടെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ എന്ത് സംഭവം തുടങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ വരെ നിങ്ങൾ അതിൽ കൺസിസ്റ്റന്റ് കാട്ടും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡിസിപ്ലിൻ ഉണ്ടാവും, നിങ്ങൾക്ക് അതിൽ കൺസിസ്റ്റൻസി ഉണ്ടാവും. സോ ഈ രണ്ട് സംഭവം നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് ബെറ്റർ ആക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഡിസിപ്ലിനും കൺസിസ്റ്റൻസും നിങ്ങൾ കൺസിസ്റ്റൻസി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. സോ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞത് ഹെൽത്ത്. രണ്ടാമത്തേത് നമ്മൾ സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കിയെടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യണത് മറ്റുള്ള ആൾക്കാരെ കുറിച്ചാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ ലൈഫിൽ എന്തെങ്കിലും വിഷമമുണ്ടോ, ഓർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ ഓർക്ക് ഇത് ചെയ്തു കൊടുത്താലോ, ഇന്ത്യങ്ങാട്ടിൽ ഇമ്പോർട്ടൻസ് ഞാൻ ഓർക്ക് കൊടുത്താലോ, അല്ലെങ്കിൽ ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം പറയും, ഓലെ ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഓൾക്ക് ഒരു ഫീല് കിട്ടാനോ അല്ലെങ്കിൽ ഓൾക്ക് നമ്മളോട് ഒരു അട്രാക്ഷൻ തോന്നാനൊക്കെ വേണ്ടിയിട്ട് സംഭവം ഞമ്മക്കത് പറയുന്നതോടെ ഞമ്മക്കതൊരു കോമഡിയോ അല്ലെങ്കിൽ ഞമ്മക്കത് ഇഷ്ടപ്പെട്ട സംഭവമേ ആവില്ല. പക്ഷെ നമ്മൾ ഓലെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് പറയും. സോ നമ്മൾ എത്രത്തോളം മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കെയർ ചെയ്യണോ അത്രത്തോളം നമ്മളെ വാല്യൂ അവിടെ കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യേണ്ട, ആൾക്കാരെ കെയർ ചെയ്യേണ്ട, ആൾക്കാർക്ക് എന്ത് പ്രയാസം വന്നാലും അവരെ സഹായിക്കേണ്ട സംഭവം ഒന്നുമല്ല. ഫസ്റ്റ് വേണ്ടത് നമുക്ക് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ആണ്. നമ്മളെ തന്നെ കെയർ ചെയ്യാനും നമ്മളെ കാര്യങ്ങൾ നോക്കാനും നമ്മളെ ഹെൽത്ത് ബെറ്റർ ആക്കാനും നമ്മളെ ഫിനാൻസ് ബെറ്റർ ആക്കാനും ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് തുടങ്ങുമ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യും. സോ നല്ല ആൾക്കാർ ആ ഒരു മൈൻഡ് സെറ്റിൽ ആൾക്കാർ നമ്മൾ അട്രാക്ട് ചെയ്യും. അതൊരു നാച്ചുറലാണ്, അത് നാച്ചുറൽ ലോ ആണ്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ കൂടുതൽ അങ്ങനത്തെ ആൾക്കാരെ കെയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താവും, ആ ഓൽക്ക് അത്ര ഒരു നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റിലേഷൻഷിപ്പ് തന്നെ ഒരു ബോയ് ഒരു ഗേളിന് പിന്നാലെ അങ്ങനെ കുറെ പോയി കഴിഞ്ഞാൽ ഓൾക്കോന്റെ ഒരു വാല്യൂ ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നുണ്ടോ? സോ അപ്പൊ നേരെ മറിച്ച് ഓരോന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, ഓന് നല്ലൊരു ബിസിനസ് തുടങ്ങി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ പെണ്ണ് ഒരു വുമൺ ഓട്ടോമാറ്റിക് ആയിട്ട് ഓനെ അട്രാക്ട് ചെയ്യും. സോ എപ്പോഴും അവനാന്റെ വില കളയുന്നതിന്റെ പകരം നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാക്കിയെടുക്കുക ആൾക്കാരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തമാശയും പറഞ്ഞ് നടക്കുന്നതിന് പകരം നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാക്കി വെക്കുക. ആദ്യം നമ്മളെ സെൽഫ് റെസ്പെക്ട് ചെയ്യുക, ആദ്യം നമ്മളെ സെൽഫ് ലവ് ചെയ്യുക. സോ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു നമ്മളെ സെൽഫ് ഇമ്പ്രൂവ്മെന്റിന്റെ ഏറ്റവും വലിയ പാർട്ടാണിത്. അതായത് നമ്മളെ സെൽഫ് റെസ്പെക്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടും ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് നമുക്ക് വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉപകാരം ഇല്ല. നമുക്ക് ആൾക്കാരുടെ ഇടയിൽ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ കാര്യങ്ങൾക്ക് വാല്യൂ ചെയ്യണം. സോ മൂന്നാമത്തെ പോയിന്റ് ആണ് നോളജിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തുക. കോമൺ നോളജ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. സോ ഇത് ഫോണാണ്, ഇത് വാച്ചാണ്, ഇത് ബുക്കാണ്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും നോളജ് ഉണ്ടാവും. ആ നോളജ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുപോലെ തന്നെ ഒരു സ്കൂളത്തെ നോളജ് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറെ കാണാപ്പാടെ പഠിച്ച ബയോളജി, കെമിസ്ട്രി, മാത്സ് ആ സംഭവങ്ങളെല്ലാം ഞാൻ നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മളെ ഫ്യൂച്ചറിൽ, അതായത് കരിയറിൽ, ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് സംഭവമായാലും ആ സംഭവത്തിനെ കുറിച്ചുള്ള നോളജ് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുക. ഏറ്റവും നല്ലത് നമുക്ക് ഡെയിലി അതിനെ കുറിച്ചുള്ള ഒരു ബുക്ക് വായിക്കാം. ഏറ്റവും നല്ലത് ഒരു ബുക്ക് വാങ്ങിയിട്ട് ഡെയിലി അതിനെക്കുറിച്ച് ഒരു 10-20 മിനിറ്റ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വായിച്ച് പഠിച്ചെടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് മാനാണ്, നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങുമ്പോൾ മാർക്കറ്റിംഗ് അറിയേണ്ടി വരും, ഫൈനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയേണ്ടി വരും, HR വേണ്ടി വരും, അങ്ങനത്തെ സംഭവങ്ങൾ, അക്കൗണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് പഠിച്ചേണ്ടി വരും. സോ അപ്പൊ അതെന്ത് ചെയ്യുക, ഇങ്ങനത്തെ കുറിച്ച് ബുക്ക് എഴുതിയ ആൾക്കാരുണ്ടാവും. എന്ത് സംഭവത്തിനെ കുറിച്ചും ബുക്ക് ഉണ്ടാവും. ഹെൽത്തിനെ കുറിച്ച് ബുക്ക് ഉണ്ട്, ഡിസിപ്ലിനെ കുറിച്ച് ബുക്ക് ഉണ്ട്, കൺസിസ്റ്റൻസിനെ കുറിച്ച് ബുക്ക് ഉണ്ട്, ബിസിനസ് തുടങ്ങണം അതിന് ബുക്ക് ഉണ്ട്, ബിസിനസ്സിന് എന്തൊക്കെ ഓഫർ ചെയ്യണം അതിന് ബുക്ക് ഉണ്ട്, ബിസിനസ് എങ്ങനെ മാർക്കറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അതിനും ബുക്ക് ഉണ്ട്. ഏത് സംഭവത്തിനും അതിന്റെ ഓതേഴ്സ് 5-10 വർഷമൊക്കെ എടുത്തിട്ട് ഓരോ നല്ല 6 ബുക്കുകൾ എഴുതിയിട്ടുണ്ടാവും. ഓല് വരുത്തിയ മിസ്റ്റേക്കൊക്കെ അതിൽ എഴുതിയിട്ട് നമ്മൾ ആ മിസ്റ്റേക്ക് ഒന്നും വരുത്താതൊക്കെ വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ ബുക്കുകൾ വാങ്ങുക. എന്നിട്ട് ആ ബുക്കുകൾ ഡെയിലി ഒരു 10-20 മിനിറ്റ് നിങ്ങളെ കരിയർ ഏതാണോ, ജോബാണെങ്കിൽ ജോബ്, നിങ്ങളിപ്പോൾ ഒരു പബ്ലിക് സ്പീക്കർ ആണെങ്കിൽ അതിനെ കുറിച്ച് ഡെയിലി വായിക്കുക. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ നമുക്കിപ്പോൾ എന്തോ അവൈലബിൾ ആണ്, അങ്ങനത്തെ പോഡ്കാസ്റ്റുകൾ കേൾക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും ബുക്ക് വായിക്കാനും ഇതൊന്നും ചെയ്യാനൊന്നും മടിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല എന്താണ്, നിങ്ങൾ ലൈഫിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടാവുമല്ലോ, ഏതൊരാൾക്കും ആ ഒരു പൊസിഷൻ ഉണ്ടാവും.
അവിടെ എത്തിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അതിനും വേണ്ടി ഗോളിലെങ്കിലും അവിടെ അതിനും വേണ്ടി വർക്ക് ചെയ്യണില്ല എന്നുണ്ടെങ്കിലും ഒരെത്തണം ആ ഒരു മൈൻഡ് സെറ്റിൽ ഒരാളുണ്ടാവുമല്ലോ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഷൂവിന്റെ ബിസിനസ് കമ്പനി, ആ ഒരു ബിസിനസ് ഷൂവിന്റെ പുതിയൊരു ബ്രാൻഡ് തുടങ്ങണം, അതിന്റെ ഒരു കമ്പനി തുടങ്ങണം എന്നാണ് നിങ്ങൾ ആഗ്രഹം. നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോ ആ ഷൂവിന്റെ ഒരു കമ്പനി തുടങ്ങി ഇപ്പൊ നമ്മളെ നിലവിൽ ബ്രാൻഡ് ചെയ്തു കൊടുക്കണ ഒരു സക്സസ് ആയ ഒരു ഷൂവിന്റെ കമ്പനി ഉണ്ടാവും. ആ ആൾക്കാർ എന്താണോ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഓണർ എന്താണോ ചെയ്തിരുന്നത്, ആ കമ്പനീനെ ആ സക്സസിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ സംഭവങ്ങൾ നമ്മളെ ബിസിനസ്സിൽ അഡാപ്റ്റ് ചെയ്യാണ്. സോ ഇത്രേ ഉള്ളൂ. മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സംഭവമാണ്. എക്സ്പേർട്ടിൽ നിന്ന് നമ്മളെത്താൻ ആഗ്രഹിക്കുന്ന സംഭവത്തിൽ എത്തിക്കഴിഞ്ഞ് അവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് എന്താണോ അവിടെ എത്താൻ വേണ്ടി ചെയ്യുന്നത് ആ സംഭവം ചെയ്താൽ തന്നെ ഒരു 90% നിങ്ങൾ ആ ഗോളിലിട്ട് നിങ്ങൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചെടുത്തു. നിങ്ങൾക്ക് ബുക്ക് വായിക്കണമെന്നില്ല. സോ ബുക്കൊക്കെ വായിക്കണമെങ്കിൽ ഒന്നുകൂടി ഹെൽപ്ഫുൾ. ബുക്കൊക്കെ വായിച്ചാൽ കുറെ ഹെൽപ്ഫുൾ ഉണ്ട്. നമ്മൾ കുറെ മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കും. കാരണം ഈ ഓതേഴ്സ് ചെയ്ത മിസ്റ്റേക്ക് പോലെ പറയുന്നുണ്ടാവും. മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ബുക്ക് വായിക്കുന്നവരെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവുന്നുണ്ട്, നമ്മളെ കോൺവെർസേഷൻ സംഭവങ്ങളൊക്കെ ബെറ്റർ ആകുന്നു. സോ അതവിടെ വേറെ വിഷയമാണ്. സോ അപ്പൊ മൂന്നാമത്തെ ഞാൻ പറഞ്ഞു, നമ്മളെ നോളജും ഇമ്പ്രൂവ്മെന്റ് വരുത്താം. നമ്മളെ ഫ്യൂച്ചർ എവിടെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ്ട്. നാലാമത്താണ് അറ്റൻഷൻ സ്പാൻ, അതായത് നമ്മളെ ഫോക്കസ്. ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിയിൽ നമുക്കൊന്നും തീരെ ഇല്ലാത്ത സംഭവം, ഇല്ലാത്ത തന്നെ ഞാൻ പറയും. കാരണം നമുക്ക് തീരെ ഇല്ലാത്ത സംഭവം. ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് ഒരു ഫാമിലിയിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായി. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും സിറ്റ് ഔട്ടിലോ എവിടെയെങ്കിലൊക്കെ നമ്മൾ ഇരുന്നിങ്ങനെ എല്ലാവരും ഇങ്ങനെ അവനവന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേൾക്കാം. ഇപ്പൊ എന്താ പഠിക്കണേ, ഇപ്പൊ എവിടെ എത്തി, ജോലി ആയോ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞുകൊടുക്കുന്നതിനിടയിൽ ഒരു 5-10 മിനിറ്റ് നമ്മളിങ്ങനെയൊക്കെ സംസാരിച്ച് കൂട്ടായി സംസാരിച്ച് കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ഓട്ടോമാറ്റിക്കായി ഓരോരുത്തരും ഓരോരോ പോക്കറ്റിൽ നിന്ന് അവനവന്റെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് തുടങ്ങും. സോ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലായാലും ഏതിലായാലും ഷോർട്ട് ടേം റീൽസ് അറിയണത് 2 ഏറിപ്പോയ 3 മിനിറ്റ് ഉണ്ടാവും. ഈ ഒരു 3 മിനിറ്റ് റീൽ കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അറ്റൻഷൻ ഒരു സ്ഥലത്ത് നമുക്ക് ഒരാൾക്ക് സമയം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാനോ എബിലിറ്റി നമുക്ക് ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിയിൽ തീരല്ല. സോ നമുക്കൊരു അറ്റൻഷൻ സ്പാൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഫോക്കസ് ആ ഒരു സംഭവം എബിലിറ്റി ഇല്ലാതെ നമ്മൾ എന്ത് ഗോൾ സെറ്റ് ചെയ്താലും അത് അച്ചീവ് ചെയ്യാൻ കുറച്ച് പാടേക്കാരം. കാരണം ഏതൊരു ഗോളിനും ഫസ്റ്റ് ഒക്കെ നല്ല എഫേർട്ട് ഇടേണ്ടി വരും. സോ അപ്പൊ നമുക്ക് ഈ അറ്റൻഷൻ സ്പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണിയാവും. സോ അപ്പോ അറ്റൻഷൻ സ്പാൻ അപ്പൊ നാലാമത്തെ ഞാൻ പറഞ്ഞു വരുന്നത് സെൽഫ് ഇംപ്രൂവ്മെന്റ് ജേർണിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ അറ്റൻഷൻ സ്പാന് അതായത് ഒരു സംഭവത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന സംഭവം ഒന്നുകൂടി ആ ഒരു എബിലിറ്റി ഒന്നുകൂടി എന്ത് ചെയ്യാം നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. അതിന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യുക. ഡെയിലി ഒരു 5-10 മിനിറ്റ് ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളെ മൈൻഡ് നിങ്ങൾക്ക് കാമാവോ, നിങ്ങൾക്ക് ആവുന്ന പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സ്ക്രോളിങ് കുറച്ചാൽ തന്നെ നമ്മളെ മൈൻഡ് അഡാപ്റ്റ് ആവും. സോ നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിൻ എന്താ മനസ്സിലാക്കണം വെച്ച് കഴിഞ്ഞാൽ ഒക്കെ എത്ര ഉള്ളൂ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്തത്, 2 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്തത്. അപ്പൊ നമ്മൾ ഒരാളോട് വർത്താനം പറയാൻ നിൽക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യും. നമ്മളെ മൈൻഡ് അങ്ങനെയാണ് ഇത് ചെയ്തിട്ടില്ലേ, പ്രൊഡക്ഷൻ റെഡി ആക്കി വെച്ചിട്ടില്ലേ, നമ്മളെ ബ്രെയിനെ നമ്മൾ അങ്ങനെ തന്നെയാണ് ഇത് വെച്ചിട്ടില്ലേ. സ്ക്രോൾ ചെയ്യുമ്പോൾ ഫോണിൽ നോക്കുമ്പോഴൊക്കെ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം കൺസ്യൂം ചെയ്യാം. സോ ലാസ്റ്റത്തെയാണ് ഫിനാൻസ്. അതുപോലെ തന്നെ നമ്മളെ സെൽഫ് ഇംപ്രൂവ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് നമ്മളെ ഫിനാൻസ്. നമ്മളെ ലൈഫിൽ ഫ്യൂച്ചറിൽ നമുക്ക് പൈസ ഉണ്ടാക്കി തരുന്ന സംഭവങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കുക. ബിസിനസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് സംഭവമായാലും അതിനൊന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കുക. അതായത് ഇപ്പോ നമുക്കിപ്പോ നമ്മളില്ലാത്ത സമയത്ത് നമുക്ക് പൈസ വരുന്ന സംഭവങ്ങളുണ്ടല്ലോ. അതായത് നമ്മളെ ടൈം കൊടുക്കണ്ട, നമ്മൾ ഓൾറെഡി അവിടെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് നമുക്ക് പൈസ വരും. അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ബിൽഡ് ചെയ്തെടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ല. എന്ന് പറഞ്ഞ് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ മോശക്കാരാണ്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ജോലിക്ക് പോകുന്ന സംഭവമൊക്കെ ശരിയല്ലല്ലോ, പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മടുക്കും. ഈ ജോലിക്ക് പോണതും ഒരാളുടെ കീഴിൽ 9 to 5 ജോബ് ചെയ്യണമൊക്കെ. സോ അപ്പൊ ഇപ്പൊ തന്നെ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങുക. നമുക്ക് ലൈഫിൽ ഫ്യൂച്ചറിൽ നമ്മളെ ടൈം അവിടെ ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് പൈസ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ നല്ല പൈസ ഒക്കെ ഉണ്ടാക്കിയാണ്ട് ഒരു ബിൽഡിങ്ങിൽ ഒരു ചെറിയ സ്റ്റോർ ഇട്ടു. നിങ്ങൾക്ക് അവിടെ 4-5 പണിക്കാരികൾ വെച്ചു. സോ നിങ്ങളിപ്പോ അവിടെ പോകണമെന്നില്ല, നിങ്ങൾ അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ അവിടെ പൈസ കയറും. സോ ഞാൻ അപ്പൊ തന്നെ പറയുന്നത് നിങ്ങൾ സ്റ്റുഡന്റ് ആയിക്കൊണ്ട് പോയി കട ഇടണമെന്നല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മളെ ടൈം കൊടുക്കാതെ എങ്ങനെ പൈസ ഉണ്ടാക്കാം. നമുക്കിപ്പോൾ ഡിജിറ്റൽ ആയിക്കൊണ്ട് എന്തെങ്കിലും സംഭവം ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ അതിനകത്ത് എത്രാനും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒക്കെ മനസ്സിലാക്കി ഇപ്പൊ തന്നെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ആദ്യം ഫെയിൽ ആവും, ഇനി സ്റ്റാർട്ട് ചെയ്യുക, ഇനി ഫെയിൽ ആവും. സോ അപ്പൊ എവിടെയൊക്കെ മെയിൻ ആയിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് പറഞ്ഞു. ഒന്ന് നമ്മളെ ഇവിടുത്തെ ഹെൽത്ത്,
പിന്നെ അതുപോലെ തന്നെ നമ്മളെ സെൽഫ് റെസ്പെക്ട്, നമ്മളെ സെൽഫ് ലവില് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ നോളജ്, അതുപോലെ തന്നെ നമ്മൾ ഒരു അറ്റൻഷൻ, ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അല്ല അറ്റൻഷന്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മളെ ഫിനാൻസ്, വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ. പിന്നെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് തന്നെ മെയിൻ ആയിട്ട് വരുന്ന സംഭവമാണ്, ഒരു ഏരിയയാണ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആയി. അതായത് നമ്മളെ പൈസ നമ്മളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയണേ, നിങ്ങളിപ്പോ ഒരു ട്വന്റീൻസ്, അതായത് നിങ്ങളിപ്പോ ഒരു 20 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെ ഇടയിലുള്ള ഒരാളോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളപ്പത്തെ ഫോക്കസ് പറയുന്നത് വല്ല സ്റ്റോക്കിലോ അല്ലെങ്കിൽ ട്രേഡിങ്ങിലോ വലിയ മില്യണർ നാഷണൽ കമ്പനിയിൽ കൊണ്ടുപോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്നല്ല ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകണതിന് പകരം നമ്മൾ ആദ്യം നമ്മളെ പൈസ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ പൈസ ഉണ്ടാക്കി തരുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഒരു 2 ബുക്ക്, ഫിനാൻസിനെ കുറിച്ച് 2 ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ എന്താ, പൈസ എങ്ങനെ വർക്ക് ചെയ്യുന്നത് മനസ്സിലാവും. സോ അപ്പൊ നമ്മൾ പുതിയ സംഭവങ്ങൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളിൽ ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റുഡന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ 20s ആണെങ്കിൽ ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏരിയാസ് പറയുന്നത് നമ്മളെ ഹെൽത്ത് ബെറ്റർ ആക്കുക, നമ്മളൊന്നുകൂടി അട്രാക്റ്റീവ് ആവുക, നല്ല ഡ്രസ്സുകളിൽ, നല്ല ക്വാളിറ്റി ഓഫ് ഡ്രസ്സുകൾ ക്ലോത്ത്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ ഹെൽത്തിൽ, അതുപോലെ തന്നെ നമ്മളെ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുക, നല്ല ഫുഡ് കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ നമ്മളെ സെൽഫ് ഇമ്പ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യാം. സോ അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, ഇപ്പൊ ഈ ഡ്രസ്സിലും അതുപോലെ തന്നെ ഈ ജിമ്മിലൊക്കെ ഇപ്പൊ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഭാവിയിൽ നമുക്ക് എങ്ങനെയാണ് തരാന്ന്. ഇപ്പൊ നിങ്ങൾ ജിമ്മിനും ഈ ഡ്രസ്സിനും വേണ്ടിയിട്ടും ഇങ്ങനത്തെ സംഭവങ്ങളിലും ബുക്കിലൊക്കെ കുറെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കോമ്പൗണ്ടിങ് ആണ്. സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ആള് പറഞ്ഞാൽ കോമ്പൗണ്ടിങ്, നമ്മളെല്ലാ ആക്ഷൻസും കോമ്പൗണ്ട് ചെയ്യാണ്ട് ഒരു സംഭവത്തേക്കാണ് നമ്മൾ എത്തിപ്പെടും. അതിലേക്കാണ് നമ്മൾ ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്നതും ആൾക്കാരുടെ ഇടയിൽ സക്സസ് ആവുന്നതും ഒക്കെ. സോ അപ്പൊ നിങ്ങൾ ഇപ്പൊ ജിമ്മിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളെ കോൺഫിഡൻസ് കൂടിയപ്പോൾ നിങ്ങൾക്ക് ആൾക്കാരുടെ ഇടയിൽ വർത്താനം പറയാനുള്ള സംഭവം ആ ഒരു പേടി പോയതോടൊപ്പം നിങ്ങൾ വല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കണെങ്കിൽ അത് ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾക്ക് പറയാൻ വയ്ക്കും, നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വയ്ക്കും, നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ചെറിയ ബിസിനസ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാ, അല്ലെങ്കിൽ ഇപ്പൊ ചെറിയൊരു കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ അതിന് കിട്ടുന്ന റവന്യൂ, അതിന് കിട്ടുന്ന പൈസ ചെലവാക്കാതെ അത് അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ 20s ഫുൾ അത് ചെയ്യാം. പിന്നെന്ത് ചെയ്യും, അതൊക്കെ പാടെ കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് വരല് തുടത്തും. സോ ഇപ്പൊ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഓനെ ചിന്ത ഫുൾ എന്തായിരിക്കണം, നല്ല ക്വാളിറ്റി വീഡിയോ ഒക്കെ ഉണ്ടാക്കാം, നല്ല സ്റ്റുഡിയോ സെറ്റ് ചെയ്യാം, നല്ല ക്യാമറ വാങ്ങുക, നല്ല മൈക്ക് വാങ്ങുക, അങ്ങനത്തെ സംഭവങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ തന്നെ പിന്നെയും പൈസ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അപ്പം സെൽഫ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞു. നമ്മളപ്പത്തെ മോഡേൺ സൊസൈറ്റി ആണെങ്കിലും ഇപ്പൊ 1000 റുപ്യ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മന്തി കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സോ അതിനൊക്കെ മാറി ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമ കാണാൻ മന്തി കാണാൻ എൻജോയ്മെന്റിനൊന്നും പോകണ്ടെന്നല്ല. ഇതിനൊക്കെ പകരം നമ്മൾ എന്ത് ചെയ്യാം, കൂടുതൽ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഞാൻ ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം, നമ്മളെ സെൽഫ് ഇമ്പ്രൂവ്മെന്റിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഒരു ഷെഡ്യൂൾഡ് ദിവസേക്കാരം നമ്മളിപ്പോ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം നല്ല ക്ലാരിറ്റി ഉണ്ടാവും, ഒരു സ്ട്രക്ചേർഡ് ലൈഫ് ആയിക്കാരം. അതായത് സംഭവം പറയുകയാണെങ്കിൽ പച്ചമലയാളത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കപ്പല് കടൽ കൂടെ നമ്മൾ തുഴഞ്ഞു കൊണ്ടുപോകണം വരികാരം. കപ്പല് നമ്മളെ തുഴഞ്ഞു കൊണ്ടുപോകില്ല, അതായത് നമ്മൾ തിരമാലക്കനുസരിച്ച് നമ്മൾ എങ്ങോട്ടോ അങ്ങനെ പോകല്ല. നമ്മൾ ആ കപ്പല് നമ്മൾ തന്നെ തുഴഞ്ഞ് നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാരം. നേരെ കുറച്ച് മറ്റുള്ള ആൾക്കാരൊക്കെ ഈ തിരമാലന്റെ കൂടെ അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ആണ്, നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളെ ലൈഫ് എടുക്കാൻ പോകും, ഒരു ക്ലാരിറ്റി, പിന്നെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് തന്നെ. നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് നമ്മളിങ്ങനെ ഷെഡ്യൂൾ ചെയ്യും, നാളെ രാവിലെ ഇന്ന നേരത്തെ എണീറ്റ് ഉടനെ ഇത് ചെയ്യണം, ജിമ്മിൽ പോകണം, ബുക്ക് വായിക്കണം, ഗോൾ അച്ചീവ് ചെയ്യുന്ന ടാസ്കുകൾ ചെയ്യാം.